അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഷെയ്ത്താനിൽ നിന്നും നമുക്ക് എല്ലാവർക്കും പ്രൊട്ടക്ഷൻ ആവശ്യമാണല്ലേ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും ഈ ഷെയ്ത്താൻ്റെ അറ്റാക്കിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടണേ എന്ന് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എല്ലാവർക്കും അതിനുള്ള സൊല്യൂഷനും പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ്? സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ദിവസവും സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഷെയ്ത്താൻ നമ്മുടെ വീട്ടിൽ നിന്നും ഓടിപ്പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്നത്ര ആയത്തുകൾ സൂറത്തുൽ ബഖറയിൽ നിന്ന് നമ്മൾ പാരായണം ചെയ്യാൻ ശ്രമിക്കുക. സ്പെഷ്യലി ആയത്തുൽ കുർസിയും അതുപോലെ തന്നെ അവസാന 2 ആയത്തുകളും നമ്മൾ ദിവസവും പാരായണം ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് സൂറത്തുൽ ബഖറയുടെ ഭാഗങ്ങളൊന്നും പാരായണം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും എളുപ്പം നൽകട്ടെ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അർത്ഥം അറിയുന്ന ഒരു ആയത്താണ് നമ്മൾ സ്ക്രീനിൽ കാണുന്ന ദാലിക്കൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല അൽ കിതാബ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനെ കുറിച്ചിട്ടാണ് അല്ലേ. കിതാബ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരുപാട് കളക്ഷൻസ് എന്നുള്ള അർത്ഥം വരുന്നത്, അതായത് കുറേ കാര്യങ്ങൾ കളക്ട് ചെയ്യുന്നത് നമ്മൾ കത്തബ് എന്ന് പറയും. കിതാബ് എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചത് എന്നൊക്കെയാണ് അർത്ഥം. സുബ്ഹാനല്ലാഹ്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖുർആൻ ഇറക്കുന്ന സമയത്ത് ഖുർആൻ എഴുത്ത് രീതിയിലൊന്നും ആയിരുന്നില്ല അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലേക്കായിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിൽ നിന്നുമുള്ള കലാം എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആല ആദ്യം തന്നെ അള്ളാഹുവിൻ്റെ ഈ ഒരു കലാം ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സുഹ്ഫി മുക്കറമ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ മലായിക്കത്തുകളുടെ അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളുടെ കയ്യിലും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കലാം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അൽ കിതാബ് എന്നുള്ള വാക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള മറ്റൊരു വാക്ക് എന്ന് പറയുന്നത് റേബാണ്. റേബ് എന്ന് പറയുമ്പോൾ സംശയം എന്നാണ്. റൈബിന് വേറെയും ഒരുപാട്, അതായത് സംശയത്തിന് വേറെയും ഒരുപാട് വാക്കുകളുണ്ട്. ഷക്ക് എന്ന് നമ്മൾ പറയും, അതുപോലെ വേറെയും ഒരുപാട് വാക്കുകളുണ്ട്. പക്ഷെ റൈബ് എന്നുള്ള വാക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംശയം കാരണം നമുക്ക് റെസ്റ്റ്ലെസ് ആകുക, അതായത് നമുക്കത് അറിയുന്നത് വരെ, അല്ലെങ്കിൽ അത് എന്താണെന്ന് മനസ്സിലാക്കുന്നത് വരെ നമുക്ക് ഒരു മനസ്സിലൊരു അസ്വസ്ഥത ഫീൽ ചെയ്യും. അതാണ് റൈബ് എന്നുള്ള വാക്ക്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിന് പറയാണ് ലാ റൈബ ഫീഹ്, അതിൽ നിങ്ങൾക്ക് അസ്വസ്ഥമാക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സംശയം ജനിപ്പിക്കുന്ന ഒന്നും തന്നെ ഇല്ല. അത് പൂർണ്ണമായിട്ടും പെർഫെക്റ്റ് ആണ്. ഒരു തെറ്റോ ഒരു മിസ്റ്റേക്സോ അല്ലെങ്കിൽ ഒരു പാകപ്പിഴവുകളോ ഒന്നും ഇല്ല, പെർഫെക്റ്റ് ആണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹ്, ആ ഗ്രന്ഥം അല്ലാഹു സുബ്ഹാനഹു തആല അതായത് അത്രയും അതിനെ ഓണർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദാലിക്ക എന്ന് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ലൗഹുൽ മഹ്ഫൂദിൽ ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഖുർആനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ദാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് എന്താ പറഞ്ഞത്? ലാ റൈബ ഫീഹ്, അതിൽ ഒരു സംശയവുമില്ല. നിങ്ങൾക്ക് ഒരു റെസ്റ്റ്ലെസ് ഫീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കുന്നത് വരെ നിങ്ങൾക്ക് സംശയം തോന്നുന്ന ഒന്നും തന്നെ അതിലില്ല. അത് മുഴുവനായിട്ടും കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഖുർആൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു നമുക്ക് കോൺഫിഡൻസ് തരികയാണ്, ഈ ബുക്കിലുള്ളത് എല്ലാം തന്നെ കംപ്ലീറ്റ്ലി റൈറ്റ് ആണ്, അതിൽ ഒരു ഡൗട്ടും ഇല്ല എന്നുള്ളത്. നമുക്ക് സൂറത്തുൽ കഹ്ഫ് അറിയാം അല്ലേ. അതിൽ അല്ലാഹു സുബ്ഹാനഹു തആല ആദ്യത്തെ ആയത്തിൽ പറയുന്നത് അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമൻ ലിയുൻദിറ ഫീഹ്. അതിൽ ഒരു ഇവജും, അതായത് നിങ്ങൾക്കൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇവജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്രുക്കഡായിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരുപാട് സംശയം ജനിപ്പിക്കുന്ന രീതിയിലുള്ളതൊന്നുമില്ല. ഖയ്യിമൻ എന്നാണ്. ഖയ്യിമൻ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഖാമ യഖൂമു എന്നൊക്കെ പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ളത് അല്ലേ, അതായത് നിന്ന് നിൽക്കുന്നത് എന്നുള്ള അർത്ഥമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനെ കുറിച്ച് പറയുന്നത്. എന്നിട്ട് എന്താ പറയുന്നത്? ഹുദൻ ലിൽ മുത്തഖീൻ. ഹുദ എന്നുള്ള വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹുദ എന്ന് പറഞ്ഞാൽ നേർവഴി അല്ലേ, നേർമാർഗം എന്നൊക്കെയാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഹുദ എന്ന് പറയുമ്പോൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല 2 രീതിയിലുള്ള ഹുദ നൽകിയിട്ടുള്ളത്. അതായത് ഹിദായത്തുൽ
എന്താണ് ഇൽമിയും ഹിദായത്ത് തൗഫീഖിയും തന്നിട്ടുണ്ട്. അതായത് ഒന്ന് നമുക്ക് അറിവ്, പക്ഷെ അറിവ് മാത്രം ഉണ്ടായിട്ട് പോരാ, നമുക്ക് ഒരുപാട് അള്ളാഹുവിനെ കുറിച്ചിട്ടും ദീനെ കുറിച്ചിട്ടുള്ള അറിവുണ്ടായാൽ മാത്രം പോരാ, അത് ചെയ്യാനുള്ള തൗഫീഖ് കൂടെ വേണം അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പം അത് രണ്ടും കൂടിയിട്ടുള്ള ഹുദയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ആ ഹുദ ആർക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്? ലിൽ മുത്തഖീൻ. മുത്തഖീൻ എന്ന് പറഞ്ഞാൽ ആരാണ്? സൂക്ഷ്മത പാലിക്കുന്നവർ എന്ന് നമുക്ക് മലയാളത്തിൽ അർത്ഥം പറയാം. പക്ഷെ മുത്തഖീൻ എന്നുള്ള വാക്കിൻ്റെ റൂട്ട് ലെറ്റർ വിഖായ, അതായത് വാവ് ഖാഫ് യ, അതായത് വിഖായ എന്നുള്ള വാക്കിൽ നിന്നുമാണ് ഈ ഒരു വേർഡ് വരുന്നത്, മുത്തഖീൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ വിഖായ എന്ന് പറഞ്ഞാൽ നമ്മൾ സൂക്ഷിച്ച്, അതായത് പ്രൊട്ടക്ഷൻ എടുക്കുക. ഇപ്പോൾ നമ്മൾക്ക് ടെക്നിക്കലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും നിന്നും ഇൻറ്റൻഷനലി അല്ലെങ്കിൽ സ്വന്തമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ പ്രൊട്ടക്ഷൻ എടുക്കുകയാണ്. എന്തെങ്കിലും നമ്മളെ അനുഭവിക്കും അല്ലെങ്കിൽ നമ്മൾക്കത് നെഗറ്റീവായിട്ട് ഹാം ആക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ സ്വയം സുരക്ഷിതത്വം എടുക്കുന്നതിനാണ് നമ്മൾ വിഖായ എന്ന് പറഞ്ഞത്. അതിൽ നിന്ന് വന്നിട്ടുള്ള വാക്കാണ് തഖ്വ. തഖ്വയുള്ളവർക്കാണ് എന്ത് പറയാം? മുത്തഖി എന്ന് പറയും അല്ലേ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇതിൽ പറയുമ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മളെ തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നും പ്രൊട്ടക്ഷൻ എടുക്കുക. ആ ഒരു ഷീൽഡ് ധരിക്കുക, അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഷീൽഡ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കോപം നമ്മളുടെ മേൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഷീൽഡ്. അതാണ് വിഖായ അല്ലെങ്കിൽ തഖ്വ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ മുത്തഖി എന്ന് പറയുമ്പോൾ ആരാണ്? അങ്ങനത്തെ ഷീൽഡ് എടുത്തിട്ടുള്ള ഒരു വ്യക്തിക്കാണ് എന്ത്? മുത്തഖി എന്ന് പറയും. അപ്പോൾ ഇവിടെ മുത്തഖീൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ഷീൽഡ് എടുക്കുന്ന കൂട്ടം ആളുകൾ. സുബ്ഹാനല്ലാഹ്. ഇപ്പം ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഹദീസിൽ പറയുന്നുണ്ട്, അതായത് ഒരു സഹാബി ചോദിക്കുന്നുണ്ട് എന്താണ് തഖ്വ എന്ന് പറയുന്നത്. അപ്പം മുള്ളുള്ള വഴിയിലൂടെ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നടക്കുക? നമ്മൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് മുള്ളില്ലാത്ത വഴികൾ നോക്കും, അല്ലെങ്കിൽ നമ്മളുടെ വസ്ത്രമൊക്കെ കയറ്റി പിടിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ വഴിയിൽ നിന്നും നമ്മൾ അവിടെ സ്റ്റോപ്പാക്കിയിട്ട് വേറെ വഴിയിലൂടെ പോകും അല്ലേ. അപ്പോൾ നമ്മൾ നമ്മളുടെ ലൈഫിലേക്ക് തന്നെ കണക്ട് ചെയ്യാം. അതായത് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഒരുപാട് ഫിത്നകളും നമ്മളുടെ തേടി വരും അല്ലേ. അപ്പോൾ അത് ഫിത്നയാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവിടെ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് നമ്മൾ വേറെ വഴി കൂടെ പോകും. അല്ലെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ടെംപ്റ്റേഷൻ നൽകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണാണ് ഏറ്റവും വലിയ ശത്രു അല്ലേ. അപ്പോൾ നമ്മൾ ആ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് എന്താണ്? അതിൽ നിന്നും ചാടിപ്പോകണം. അതായത് അത് മറികടന്ന് നമ്മൾ എന്തിനാണോ അള്ളാഹുവിന് ഇഷ്ടം അതിലേക്ക് നമ്മൾ മാറ്റിപ്പോകണം. സുബ്ഹാനല്ലാഹ്. അങ്ങനെയൊക്കെ നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മളെ തന്നെ ഷീൽഡ് ചെയ്ത് നമ്മൾ അള്ളാഹുവിൻ്റെ പണിഷ്മെൻറ്റിൽ നിന്നും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നും നമ്മൾ രക്ഷ എടുക്കുന്ന ഒരു പരിചയമാണ് എന്ത്? വിഖായ എന്ന് പറഞ്ഞാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അങ്ങനെയുള്ള ഒരു പരിച ധരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. ശൈത്താൻ്റെ എല്ലാവിധ ഷർറിൽ നിന്നും അതുപോലെ തന്നെ ശൈത്താൻ്റെ എല്ലാ അറ്റാക്കിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അപ്പോൾ വീണ്ടും ഓർമ്മപ്പെടുത്താണ്, ഈ വിഖായ എന്നുള്ള ഷീൽഡ്, തഖ്വ എന്നുള്ള ഷീൽഡ് നമ്മൾ ഓരോരുത്തരും ധരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ അടുത്ത് നിരന്തരം ദുആ ചെയ്യണം. കാരണം അള്ളാഹു മാത്രമാണ് നമ്മളെ എന്തിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലേ. വേറെ ആർക്കും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വീണ്ടും ഓർമ്മപ്പെടുത്താണ്, ആർക്ക് മാത്രമാണ് ഈ ഒരു തഖ്വ ലഭിക്കുക? ആർക്ക് മാത്രമാണ് ഹുദ ലഭിക്കുക? തഖ്വയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മുത്തഖീനായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു അൽ കിതാബിൽ നിന്ന്, ഒരു സംശയമില്ലാത്ത കിതാബിൽ നിന്ന് എന്ത് കിട്ടുന്നത്? ഹിദായത്ത് കിട്ടുന്നത്. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നമ്മളൊരു ക്ലാസ് റൂം ചിന്തിക്കാം. ആ ക്ലാസ് റൂമിൽ നമുക്കറിയാം പല തരത്തിലുള്ള കുട്ടികളുണ്ടാകും അല്ലേ. ഭയങ്കര ബുദ്ധിമാന്മാരായിട്ടുള്ള കുട്ടികളുണ്ടാകും, അതുപോലെ തന്നെ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള കുട്ടികളുണ്ടാകും, ഭയങ്കര മടിയന്മാരായിട്ടുള്ള കുട്ടികളുണ്ടാകും അല്ലേ. അപ്പോൾ ഈ മടിയന്മാരായിട്ടുള്ള കുട്ടികൾക്ക് എന്തായിരിക്കും? പെട്ടെന്ന് തന്നെ ബെല്ലടിച്ചിരുന്നെങ്കിൽ ക്ലാസ്സിൽ നിന്ന് പുറത്തു പോകാമായിരുന്നു എന്നുണ്ടാകും. പക്ഷെ ഹാർഡ് വർക്കിംഗ് ആയിട്ട് ടീച്ചർ എന്താണോ പറയുന്നതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കുട്ടികൾ ഭയങ്കര ശ്രദ്ധാപൂർവ്വം ക്ലാസ് കേൾക്കും, അതുപോലെ തന്നെ എല്ലാം മനസ്സിലാക്കി എഴുതി വെക്കാൻ ശ്രമിക്കും. അതുപോലെ പിന്നീട് അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്യുന്നില്ല, വീണ്ടും വീട്ടിലെത്തിയാൽ എന്താകും? ഹോംവർക്ക് ചെയ്യും, അത് വീണ്ടും മനസ്സിലാക്കാൻ ശ്രമിക്കും, പഠിക്കാൻ ശ്രമിക്കും അല്ലേ. പക്ഷെയോ ഒരു ഭയങ്കര ലേസി ആയിട്ടുള്ള അല്ലെങ്കിൽ മടിയന്മാരായിട്ടുള്ള മക്കൾ എന്താകും? അവർ ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പിന്നെ ആ ഒരു വഴിക്കേ ഇല്ല അല്ലേ.
സുബ്ഹാനല്ലാഹ്. എന്നാല് ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകളും അവര് ഒക്കെ കേൾക്കും. പക്ഷെ എന്താണ്, അവര് വീട്ടിലെത്തിയ പിന്നെ അതൊന്നും നോക്കിയെന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനുഷ്യന്മാരൊക്കെ. അതായത് ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവരെന്താണ്, അള്ളാഹുലേക്ക് കണക്ട് ചെയ്ത് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ദീൻ മനസ്സിലാക്കുകയും പഠിക്കുകയും ആ ക്ലാസ്സിൽ നിന്ന് പഠിച്ചത് മാത്രമല്ല, അവർ വീട്ടിൽ ചെന്ന് അതിനെക്കുറിച്ച് വർക്ക് ചെയ്യുകയും അത് വീണ്ടും വീണ്ടും ഓർക്കുകയും ഒക്കെ ചെയ്യും. ഇപ്പോൾ നമ്മൾ ഖുറാൻ ക്ലാസ് കേട്ട്, അല്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചു, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന എന്താണ് ഫർളായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് നമ്മൾ എന്താണ് അവിടെ വിട്ടു പോരില്ല. പിന്നെയും നമ്മൾ എന്താക്കണം, അള്ളാഹുവിനെ നിരന്തരം ഓർക്കണം. അതായത് നമ്മൾ ആ ഒരു പ്രത്യേക സമയം മാത്രമല്ല, എപ്പോഴും നമ്മൾ എന്താകണം, അള്ളാഹുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. നിരന്തരം അള്ളാഹുവിന് ഇരുന്നും നിന്നും കിടന്നും എപ്പോഴും നമ്മൾ ഓർക്കണം. ഇപ്പം നമ്മൾ ഈവൻ നമ്മൾ കുളിക്കുകയാണെങ്കിൽ പോലും കുളിക്കുമ്പോൾ വരെ നമുക്ക് എന്താണ് അള്ളാഹുവിനെ ഓർമ്മ വരണം. ഞാൻ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് കൊണ്ടാണ്, അള്ളാഹുവിന് വൃത്തി ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ കുളിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ കാറിലിരിക്കുമ്പോഴും, നമ്മൾ യാത്ര ചെയ്യുമ്പോഴും, നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോഴും, നമ്മൾ മക്കളെ നോക്കുമ്പോഴും എപ്പോഴും 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 അള്ളാഹുവിന് ഓർമ്മ ഉണ്ടാകുന്ന വ്യക്തികളായിരിക്കണം. അങ്ങനത്തെ ആളുകൾക്ക് മാത്രമാണ് എന്ത് കിട്ടുന്നത്, ഈ ഒരു ഹിദായത്ത് കിട്ടുന്നത്. അതല്ലാതെ 5 നേരം നിസ്കരിച്ചു കഴിഞ്ഞു, അവിടെ ആ നിസ്കാരത്തിൻ്റെ ഒരവസ്ഥ നമുക്ക് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം എത്രത്തോളമാണ് നമ്മുടെ നമസ്കാരം എന്നൊക്കെ അല്ലേ. നമ്മൾക്ക് ഇനിയും എത്ര എത്ര അതിൽ ബെറ്റർ ആവാണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ മറ്റു കർമ്മങ്ങളാണെങ്കിലും ഒക്കെ നമ്മളത് അവിടെ ചെയ്ത് അങ്ങനെ ഡ്രോപ്പ് ചെയ്ത് പിന്നെ ആ ഒരു സമയമാകുമ്പോൾ പിന്നെ അടുത്ത കർമ്മം, അങ്ങനെയല്ല നമ്മളാകേണ്ടത്. നമ്മളുടനീളം ഈ ഒരു എന്താണ് ഹിദായത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. നമുക്കറിയില്ല നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് ഈ ഒരു മുള്ള് നമ്മളെ തറക്കുക. അത് ഭയങ്കര ആഴത്തിൽ ആ മുള്ള് തറച്ചാൽ അത് ഭയങ്കര പ്രയാസമാണല്ലേ, മുള്ള് തിരിച്ച് അത് എടുത്ത് കളയാനും. അപ്പോൾ ഏറ്റവും നല്ലത് എന്താണ്, നമ്മൾ ശ്രദ്ധാപൂർവം പോവുക. തെറ്റ് ചെയ്ത് ആ തെറ്റിൽ അങ്ങനെ മുഴുകി 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 പിന്നെ അതിൽ നിന്നും തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയിലാകുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ എന്താണ്, നമ്മൾ ആ തെറ്റിലേക്ക് അടുക്കുന്നതിൽ നിന്ന് നമ്മൾ രക്ഷ തേടുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിനനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് എന്താണ്, നമ്മൾ അതിനെ അടുക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം അത് ചെയ്ത് കഴിഞ്ഞാലുള്ള തെറ്റ്, അതിൽ നിന്നുമുള്ള ഒരു പശ്ചാത്താപം, അതിൽ നിന്ന് നമുക്കുള്ള ആ ഒരു തിരിച്ചുവരവും ഭയങ്കര പ്രയാസമാണെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് അറിയാം അല്ലേ. അതുപോലെ ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്ത് അതിൽ പെട്ടുപോയി നമ്മളുടെ സമയങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി പിന്നീട് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടതുണ്ട്. പക്ഷെ നമ്മൾ മനുഷ്യന്മാരാണ്, എല്ലാവരും തെറ്റ് ചെയ്യും. പക്ഷെ തെറ്റിൽ തന്നെ മുഴുകി 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 നമുക്ക് അതിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ ആരും എത്തരുത് എന്നും കൂടെ ഓർമ്മപ്പെടുത്തണം. അപ്പോൾ നമ്മളെങ്ങനെ ആയിരിക്കണം, അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ഒരു ഒബീഡിയൻ്റ് ആയിട്ടുള്ള നല്ലൊരു സ്റ്റുഡൻ്റ് ആയിരിക്കണം. നമ്മളൊരു ക്ലാസ് റൂമിൽ ടീച്ചർ പറഞ്ഞതൊക്കെ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും കേട്ട് നോട്ട് എഴുതി പിന്നീട് അത് തിരിച്ച് വീട്ടിലെത്തിയാലും അതിനെ തന്നെ ചുറ്റിപ്പറ്റി വർക്ക് ചെയ്ത് അങ്ങനെ ഒരു നല്ലൊരു മുത്തഖിയായിട്ട് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. അതല്ലാതെ മടിയന്മാരായിട്ടുള്ള ആളുകളെ പോലെയോ അല്ലെങ്കിൽ എനിക്കെല്ലാം അറിയാം ഞാനൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് പിന്നീട് സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നോക്കാത്ത ആളുകളുടെ പോലെയോ നമ്മളെപ്പോഴും ആരായിരിക്കണം, എഫേർട്ട് എടുക്കുന്ന ആളുകളായിരിക്കണം. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടം ആരെയാണ്, എപ്പോഴും എഫേർട്ടുള്ള എടുക്കുന്ന ആളുകളിലേക്ക്. എത്ര കഷ്ടപ്പെട്ടാലും ഇത് ഞാൻ നേടിയെടുക്കും എന്നുള്ള രീതിയിൽ അള്ളാഹുവിൻ്റെ ദീൻ മനസ്സിലാക്കുന്ന ആളുകളെയാണ് റബ്ബിന് ഇഷ്ടം. അതല്ലാതെ ഭയങ്കര ബുദ്ധിയുള്ള ഒരാൾക്ക് അത് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും, പക്ഷെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുള്ള ആളായിരിക്കുമ്പോൾ അയാൾക്കാണ് അള്ളാഹുവിൻ്റെ കണ്ണിൽ കൂടുതൽ പ്രതിഫലം അല്ലേ. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും കൂടുതൽ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള അള്ളാഹുവിൻ്റെ ദീൻ എപ്പോഴും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും എഫേർട്ട് എടുക്കുന്ന ആളുകളുടെ കൂടുതൽ റബ്ബ് നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اهدنا اللهم اهدنا اللهم اهدنا اللهم اجعلنا من المتقين اللهم اجعلنا من المتقين اللهم اجعلنا من المتقين. آخر دعوانا أن الحمد لله رب العالمين. جزاكم الله خيرا، بارك الله فيكم. السلام عليكم ورحمة الله وبركاته.